നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ES. രാവിലെ എണീറ്റ് ബെഡിൽ നിന്നും കാലെടുത്ത് നിലത്തോട്ട് കുത്തുമ്പോൾ നിങ്ങളുടെ കാൽക്കുഴയിലോ അല്ലെങ്കിൽ കാലിൻ്റെ പെരുവിരലിലോ കഠിനമായ വേദന അനുഭവപ്പെടാറുണ്ടോ? കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും സന്ധികളിൽ നല്ല നീറ്റലും പുകച്ചിലും വേദനയും അനുഭവപ്പെടാറുണ്ടോ? നമ്മൾ പലരും വിചാരിക്കാറുള്ളത് ഇതൊക്കെ സാധാരണ മുട്ടുവേദനയോ അല്ലെങ്കിൽ സന്ധി വേദനയോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന എന്തോ ഒന്ന് ആണെന്നൊക്കെയാണ്. എന്നാൽ സൂക്ഷിക്കുക, നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരു നിശബ്ദമായ വില്ലൻ്റെ ലക്ഷണമാണിവ. അതാണ് യൂറിക് ആസിഡ്. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയാൽ അത് വെറും സന്ധിവേദന മാത്രമല്ല ഉണ്ടാക്കാറ്. നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുവാനും വൃക്കകളിൽ കല്ലുണ്ടാകുവാനും ഇത് കാരണമാവാം. ഇന്ന് ഈ വീഡിയോയിലൂടെ യൂറിക് ആസിഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം. എന്തെല്ലാം പരിശോധനകളാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണമാണ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് കുറയ്ക്കാം, ഇതെല്ലാം കൃത്യമായ വിശദീകരണം നൽകി ഞാൻ പറഞ്ഞു തരാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. പോകാം വീഡിയോയിലേക്ക്. എന്താണ് യൂറിക് ആസിഡ്? കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്യൂരിൻ എന്നൊരു കെമിക്കൽ ഘടകം ഉണ്ട്. ഈ പ്യൂരിനെ നമ്മുടെ ശരീരം ദഹിപ്പിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള അവശിഷ്ടമാണ് യൂറിക് ആസിഡ്. സാധാരണയായി ഈ യൂറിക് ആസിഡ് രക്തത്തിൽ ലയിക്കുകയും നമ്മുടെ വൃക്കകൾ അവയെ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ പ്രക്രിയ തടസ്സപ്പെടാം. ഒന്നാമത്തേത്, നമ്മുടെ ശരീരം അമിതമായി യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ. രണ്ടാമത്തേത്, നമ്മുടെ വൃക്കകൾക്ക്, കിഡ്നികൾക്ക് ഇവയെ കൃത്യമായി അരിച്ചു കളയാൻ സാധിക്കാതെ വരുമ്പോൾ. ഇങ്ങനെ വരുമ്പോൾ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി വരുന്നു. ഇതിനെ ഹൈപ്പർ യൂറേസിമിയ എന്ന് വിളിക്കുന്നു. ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എന്തെല്ലാം രീതിയിലാണെന്ന് നോക്കാം. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയാൽ ഇവ സൂചി പോലുള്ള ക്രിസ്റ്റലുകളായി മാറി സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു. അതിനെ മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഗൗട്ട്. ഇതാണ് പ്രധാന ലക്ഷണം. സാധാരണയായി കാൽപെരുവിരലിലെ സന്ധിയിലാണ് ഇവ കണ്ടുവരുന്നത്. ആ ഭാഗത്ത് കഠിനമായ വേദന, നീര്, ചുവപ്പ് നിറം, തൊടുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടും. ഇതിനെയാണ് ഗൗട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. വൃക്കയിലെ കല്ലുകൾ, കിഡ്നി സ്റ്റോൺസ്. സന്ധികളിലും എന്ന പോലെ ഇവ കിഡ്നിയിലും അടിഞ്ഞുകൂടി, അതായത് വൃക്കകളിലും അടിഞ്ഞുകൂടി യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനും സാധ്യതയുണ്ട്. ടോഫെ. ദീർഘകാലം ഈ യൂറിക് ആസിഡ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെവിയുടെ അടിഭാഗങ്ങളിലും ത്വക്കിലുമെല്ലാം ചെറിയ വെളുത്ത മുഴകൾ കണ്ടുവരുന്നുണ്ട്. യൂറിക് ആസിഡ് ഉണ്ടോ എന്നറിയാൻ ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ എന്തെല്ലാം? സെറം യൂറിക് ആസിഡ് ടെസ്റ്റ് ആൻഡ് ജോയിൻറ്റ് ഫ്ലൂയിഡ് അനാലിസിസ്. സെറം യൂറിക് ആസിഡ് ടെസ്റ്റ് വളരെ ലളിതമായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ്. പുരുഷന്മാരിൽ ഇത് 7, സ്ത്രീകളിൽ ഇത് 6 കൂടുതലും ആവാൻ പാടില്ല. ഇതിൽ കൂടുതലാണെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ജോയിൻറ്റ് ഫ്ലൂയിഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വേദനയുള്ള സന്ധികളിൽ നിന്നും നീരെടുത്ത് അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസുകൾ ഉണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്തുവാൻ സാധിക്കും. ഇനി എന്തൊക്കെ ഭക്ഷണത്തിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നോക്കാം. യൂറിക് ആസിഡ് കുറയ്ക്കുവാനായിട്ട് മരുന്നുകളിലേക്കാൾ പ്രാധാന്യം ഭക്ഷണക്രമത്തിനാണ്. പൂർണ്ണമായും ഒഴിവാക്കേണ്ടവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഹൈ പ്യൂരിൻ ഫുഡ്സ് ആണ് ഒഴിവാക്കേണ്ടത്. ഈ പ്യൂരിൻ കൂടുതലായിട്ടുള്ളത് റെഡ് മീറ്റ്സ്, അതായത് ചുവന്ന ഇറച്ചി. ഇതെന്തൊക്കെയാണ്? ബീഫ്, പോർക്ക്, കരൾ പോലുള്ള ആന്തരിക അവയവങ്ങൾ. ഇനി ചില കടൽ മത്സ്യങ്ങളിലും പ്യൂരിൻ്റെ അളവ് കൂടുതലാണ്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ചാള അല്ലെങ്കിൽ മത്തി, അയല, കണവ, ചെമ്മീൻ ഇവയിലെല്ലാം പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിക് ആസിഡ് ഉള്ളവരെ ഇവയെല്ലാം ഒഴിവാക്കുന്നതാണ് ഉത്തമം. മദ്യം, പ്രത്യേകിച്ച് ബിയർ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് യൂറിക് ആസിഡിനെ പുറന്തള്ളുവാനായിട്ട് വൃക്കകളെ അനുവദിക്കുകയില്ല. അടുത്തത് കൃത്രിമ മധുരം. നമ്മുടെ ബേക്കറികളിൽ കിട്ടുന്ന സോഡകൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ജ്യൂസസ്, ബേക്കറി പലഹാരങ്ങൾ ഇവയെല്ലാം നമുക്ക് ഒഴിവാക്കണം. ധൈര്യമായി കഴിക്കേണ്ടവ നോക്കാം. ധാരാളം വെള്ളം കുടിക്കണം. ഒരുപാട് വെള്ളം കുടിച്ചാൽ മാത്രമേ വൃക്കകളിലൂടെ ഇവയെല്ലാം പുറന്തള്ളപ്പെട്ടു പോകത്തുള്ളൂ. ദിവസം 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇത് യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ കഴുകിക്കളയാൻ സാധിക്കും. ഞെരിഞ്ഞിലിട്ട വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. വിറ്റാമിൻ സി, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ഉപയോഗിക്കാം.
സ്കിംഡ് മിൽക്ക്, കൊഴുപ്പ് കുറഞ്ഞ തൈര്, പുളിയില്ലാത്ത തൈര് ഇവയെല്ലാം കഴിക്കുന്നത് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഈ ബ്ലഡ് റിപ്പോർട്ട് മാത്രം കാണുമ്പോഴേ മരുന്ന് കഴിച്ചു തുടങ്ങണോ എന്ന്. അതിൻ്റെ ആവശ്യമില്ല. ലക്ഷണങ്ങളൊന്നുമില്ലാതെ ബ്ലഡ് റിപ്പോർട്ട് മാത്രം ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഇവ പൂർണ്ണമായിട്ടും കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കുകയും വേണം. ശരീരത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാമല്ലോ. കഠിനമായ സന്ധിവേദന, നീര്, തൊടുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നുണ്ട്, ചുവന്നിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ചികിത്സിക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഡോക്ടറെ പോയി കാണുക. ഡോക്ടർ വേണ്ട ലാബ് ടെസ്റ്റുകളും അതിൻ്റേതായിട്ടുള്ള മരുന്നുകളൊക്കെ തരുന്നതാണ്. ആയുർവേദത്തിൽ യൂറിക് ആസിഡിനെ മാറ്റുവാനുള്ള ഫലപ്രദമായ മരുന്നുകളും കഷായങ്ങളും ഒക്കെ ഉണ്ട്. ഐശ്വര്യ ഗുഗുലു, കോകിലാക്ഷ കഷായം, അമൃതാരിഷ്ടം എന്നിവ പോലുള്ളവയെല്ലാം നമുക്ക് യൂറിക് ആസിഡിന് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതാത് ഡോക്ടറെ കണ്ട് മേടിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. യൂറിക് ആസിഡിനെ കുറിച്ചും അത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയായ സമയത്തുള്ള ചികിത്സയും കൃത്യമായ ഭക്ഷണശീലവും ഉണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. ആസിഡുള്ളവരുടെ മെയിനായിട്ടുള്ള സംശയമാണ് നമുക്ക് എന്തെല്ലാം കഴിക്കാം, കഴിക്കേണ്ടാത്തവയൊക്കെ. അവയെല്ലാം ഞാനൊരു പരിധിവരെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട്. കൃത്യമായി എന്ത് കഴിക്കണം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ചില ഡോക്ടർമാർ പറയും കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങളൊന്നും കഴിക്കരുത് എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെല്ലാം മറുപടി തരുന്നതുമായിരിക്കും. പരിപ്പും അവ കൊണ്ടുണ്ടാക്കിയ സൂപ്പും ഈ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വിഷയവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.